സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഫ്ലോ വരും, അപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ IQ എന്ന് പറയുന്ന സാധനം ക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണെന്ന് നമ്മൾ പറയാം. ബുദ്ധി അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന കഴിവ്, ഇതൊക്കെയാണ് IQ ക്വോഷൻ എന്ന് പറയുന്നത്. IQ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇന്റലിജൻസ്, ബുദ്ധിന്റെ ക്വാളിറ്റിയെ ആണ് നമ്മൾ IQ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ ക്വാളിറ്റിയെയാണ് നമ്മൾ IQ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വേഷൻ, ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, കഴിവിനെയാണ് ക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? കഴിവ്, ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കഴിവ്. അപ്പോൾ ഈ ബുദ്ധി എന്താന്ന് പറഞ്ഞാലല്ലേ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു നെയിൽ കട്ടറോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ക്രൂ ഡ്രൈവറിന്റെ ഉപകാരത്തെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ? അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ കുറിച്ചിട്ട് നമുക്ക് ശരിയായ ധാരണ ഇല്ലെങ്കിൽ, ശരിയായ അറിവില്ലെങ്കിൽ പിന്നെ ബുദ്ധി കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ബുദ്ധി എന്താണെന്നുള്ളത് ആ ഒരു ബുദ്ധിയുടെ തലത്തിനെ ഉയർത്തി കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ബുദ്ധിയെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടേ? തീർച്ചയായും. അതില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ IQ ഉണ്ടാവാനും? എങ്ങനെയാണ് ബുദ്ധി ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? ബുദ്ധിയുടെ ഭക്ഷണം എന്താണ്? എന്താ ബുദ്ധിയുടെ ഭക്ഷണം? ബുദ്ധിക്ക് എന്താണ് ആവശ്യമുള്ളത്? ബുദ്ധി ഉണ്ടാവാൻ എന്താ ആവശ്യമുള്ളത്? തീർച്ചയായിട്ടും വിശദീകരിക്കാം. നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഞ്ച ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ നമ്മുടെ ഒരു എനർജി ലെവലിൽ തന്നെ തരംതിരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഉള്ളിൽ. എനർജി ലെവൽ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങൾ തരംതിരിക്കാം. അപ്പോൾ ശരീരത്തിൽ നിന്ന് പറയാം പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ശരീരത്തിൽ. ഇനി ഭൂമിയെ തരംതിരിക്കാം, പ്രകൃതിയെ നമുക്ക് തരാം. 5 ഭൂതങ്ങളുണ്ട് പ്രകൃതിയിൽ. അപ്പോൾ ആൾക്കാർ ചോദിക്കും അങ്ങനെയല്ലല്ലോ, കുറേ മൂലകങ്ങളുണ്ടല്ലോ. ഈ 5 ഭൂതങ്ങൾ പരസ്പരം കൂടി ചേർന്നതിന് ശേഷമാണ് ഈ മൂലകങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ശരീരങ്ങൾ, 5 ഇന്ദ്രിയങ്ങളാണ് അല്ലേ? അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയം കൊണ്ട് 5 ഇന്ദ്രിയമാണ്. ഇത് ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരാണ്, ഊർജത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ? ഓർമ്മ, ബുദ്ധി, അഹം അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഊർജമാണ്. ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് ഊർജവുമായിട്ട് കണക്ട് ചെയ്ത. എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഇപ്പൊ വൈദ്യുതിയില് ഒരു വയറിന്റെ ഉള്ളിൽ വൈദ്യുതി കടത്തി വിടുന്നു. വയറിന്റെ ഉള്ളിൽ വൈദ്യുതി കടത്തുമ്പോൾ അവിടെ ഇപ്പുറത്ത് ഏതിലാണോ കടത്തി വിടുന്നത് അതിന്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഊർജത്തിന് നമുക്ക് പലതരത്തിലുള്ള ഊർജ്ജമുണ്ട്. പ്രാണോർജ്ജമുണ്ട്, ജീവോർജ്ജമുണ്ട്, പ്രാണോർജ്ജം, ജീവോർജ്ജം, പിന്നെന്താണ് ആത്മതത്വമായിട്ടുള്ള ഊർജ്ജം. നമ്മുടെ ഇപ്പൊ 3 തരത്തിലുള്ള ഊർജ്ജമുണ്ട്. അതിനെ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കി. പ്രാണോർജ്ജം, ജീവോർജ്ജം. പ്രാണോർജ്ജം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സോഴ്സ് ഓഫ് എനർജി, എന്നുവെച്ചാൽ ചുറ്റുപാടത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നേടുന്ന ഊർജ്ജമാണ്. ഇതിനെ കുറച്ചുകൂടി നമ്മൾ തൈരായി കഴിഞ്ഞാൽ, തൈരിനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന ഓരോ തട്ടുതായിട്ട് അറിയും. ഈ പ്രാണ ഊർജ്ജം ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ ആ പ്രാണ ഊർജത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടി ഷട്ടിലായിട്ടുള്ള ഊർജ്ജം ജീവോർജ്ജമായിട്ട് മാറ്റുന്നുണ്ട്. കാരണം നമുക്കറിയാം ജീവോർജ്ജം പ്രാണ ഊർജ്ജത്തിലൂടെ കിട്ടുന്ന ഒരു അമ്മയുടെ കുഞ്ഞ്, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏക കോശമായിട്ടിരിക്കുന്നത് പ്രാണ ഊർജ്ജത്തിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ജീവോർജ്ജം പ്രാണോർജ്ജത്തിനെ ജീവോർജ്ജമാക്കി മാറ്റുന്നു. പക്ഷെ ജീവോർജ്ജം എന്ത് ചെയ്യുന്നു? ആത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സെൽഫ്, അതിന്റെ കോറുണ്ട്, ഒരു പോയിന്റ്, ഒരു സത്ത. ആ സത്ത ഊർജം ഇതിലേക്ക് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, പവർഫുൾ ആയിട്ടൊരു എനർജി ക്രിയേറ്റ് ചെയ്യണം. ആ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ശരീരത്തിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ വണ്ടി, നമ്മൾ വാഹനം ഉണ്ടാക്കി, എണ്ണ അടിച്ചു, ചാവി ഉണ്ടാക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. പക്ഷെ അതിൻ്റെ അകത്ത് ഒരാൾ കയറി ഇരിക്കട്ടെ, ഡ്രൈവ് ചെയ്യാൻ കയറി ഇരിക്കണ്ടേ? പോട്ടെ, ഇനി കയറി ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് സോഫ്റ്റ്വെയർ, അതിന്റെ ഓടിക്കാനുള്ള സോഫ്റ്റ്വെയർ, ഒരു ബുദ്ധി അവിടെ പ്രവർത്തിക്കണ്ടേ? ആ ബുദ്ധിയാണ് നമുക്ക് ബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ കാണുന്ന തലത്തിലുള്ള ബുദ്ധിയല്ല, ഒരു മഹാബുദ്ധിയുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ആ തരത്തിൽ ആ ബുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ് ആ ബുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാൽ ആ ബുദ്ധി പ്രവർത്തിക്കും. ഞാനിപ്പോൾ പറഞ്ഞു, ആ ബുദ്ധിയുടെ പ്രവർത്തനത്തിന്, കാരണം അത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഈ മഹാബുദ്ധിയും നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് മനുഷ്യരെ.
കാരണം മഹാബുദ്ധിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യാനൊക്കെ. മറ്റുള്ളവരെ കണക്ട് ചെയ്യാണ്ടെങ്കിലും അതിന് വിവേകം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുന്നില്ല. എന്നാലും മൃഗങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ പണ്ടത്തെ മൃഗങ്ങളെ പോലെയാണ് ഇപ്പോഴത്തെ മൃഗങ്ങൾക്കും വിവരം വെച്ച് തുടങ്ങിയത്. കാരണം ഇപ്പൊ മൊബൈൽ കാണുന്ന മൃഗങ്ങളുണ്ട്, കണ്ണാടി നോക്കുന്ന മൃഗങ്ങളുണ്ട്. എനിക്കൊരു സംശയം ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഈ അത്യാഹിതങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് സംഭവിക്കുമ്പോൾ അത് മനുഷ്യനെക്കാട്ടിലും എളുപ്പത്തിൽ വേഗത്തിലും അതിന് തിരിച്ചറിയാൻ മൃഗങ്ങൾക്ക് സാധിക്കാറുണ്ടെന്നുള്ളത് പറയാറുണ്ട്. അവർ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാറുണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മനുഷ്യനുണ്ട്. എന്തുകൊണ്ട് അപ്പോൾ മനുഷ്യന് ആ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പൊതുവെ മനുഷ്യന് ഈ ഇങ്ങനെയുള്ള കലാമിറ്റീസിനെ നേരത്തെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മൃഗങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു? ആരാ പറഞ്ഞു തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാരാ പറഞ്ഞത്? അങ്ങനെ ഒരു സാധിക്കുമായിരുന്നെങ്കിൽ പലതും നമുക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ. അതിന്റെ സാധ്യതകളെ കുറിച്ച് എത്ര പേര് പോകുന്നുണ്ട്? വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് പോയിട്ട് വെച്ചിട്ട് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞാൽ ആർക്കതിനുള്ള സമയമുള്ളത്? നമ്മൾ അല്ലേ, ഞാൻ കുട്ടികളെ നമുക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ ഇത് സാധ്യമാകുന്ന സ്റ്റേജുണ്ട്, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിച്ച് നിർത്തിയിട്ട് നമുക്ക് സാധ്യമാകാൻ പറ്റും. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി കുട്ടികളുണ്ട്, മുൻകൂട്ടി പറയുന്ന കുട്ടികളുണ്ട്. എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ മൃഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഭക്ഷണം കഴിക്കണം, അവരുടെ ജീവിതശൈലി, അത്രയും അവർക്ക് വേറെ ഇതിലില്ല. വേറെ വിവേകം എന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതി എങ്ങനെ പോകുന്നുണ്ടോ, നശിക്കുന്നുണ്ടോ, അങ്ങനെ ഇതൊന്നും അവർക്ക് അവരവർ നശിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കുന്നില്ല അവർ. അതുപോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവൻ പ്രവർത്തിക്കുന്നത് തന്നെ അതിവിശാലമായ, അത് മനുഷ്യർക്കും മാത്രമേ കാണുള്ളൂ. പിന്നെയുള്ള കണക്ഷൻ എന്താണ്? അവൻ ഈശ്വരതയിലേക്ക്. എന്താ ഈശ്വരത? അവന് ഈ പ്രപഞ്ചത്തിൻ്റെ ആയിട്ട് ഒന്നാണെന്നുള്ള ബോധ്യപ്പെടുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരതയാണെന്ന് പറയുന്നത്. അതൊരുത്തരും ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ കാണുന്നതെല്ലാം ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണത്? പിന്നെ അവിടെ ജസ്റ്റ് പോവുക, ജീവിച്ചു പോവുക, എന്ത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം, സഹായം ചെയ്തു കൊടുക്കാം, പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ആ ഒരു തലത്തിലേക്കാണ് അവർ മാറുന്നത്. അപ്പൊ ആദ്യത്തെ ബുദ്ധി, അതിന് ഈ ബുദ്ധി എന്ന് പറയുന്നത് മഹാബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ സാധിച്ചെടുക്കാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ കണ്ടുപിടിക്കും. ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആരാണ്? ബുദ്ധിയാണ് കണ്ടുപിടിക്കുന്നത്. ബുദ്ധിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചില ആളുകളിൽ ഇതിലൊരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും? അവർ വളർന്നു വന്ന സാഹചര്യത്തിന്റെ പ്രശ്നം. ഇപ്പൊ ചൈനയില് ഒരു കുട്ടി പ്രസവിച്ചിട്ട് ഒരു ചൈനയുടെ ഒരു മോക്ക് മറ്റേ സന്യാസിമാരുടെ കൂട്ടത്തിലാണ് അവർ ഇടുന്നതെങ്കിൽ അവരെല്ലാവരും സന്യാസിമാരുടെ ക്വാളിറ്റി കാണിക്കും അല്ലേ? ശരിയല്ലേ? പിന്നെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ എനർജി സത്വമായിട്ട് ഇരിക്കുന്നത്, താമസിക്കാതിരിക്കുന്നത്, ഏത് പിതാവിൻ്റെ അടുത്താണ് എനർജി സ്വീകരിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇത് നമുക്കൊരു ഏഴ് തലമുറക്കും പറഞ്ഞാൽ നമുക്ക് ഈ DNA മാറ്റം വരുത്താൻ പറ്റും. നമുക്ക് DNA അതിന്റെ ഇത് വരുന്നത്, ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ഒരാളിപ്പം ശരിക്കും ആത്മീയപരം ഭൗതികവും ഇല്ല സത്യം. നമ്മളൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ആത്മീയമാണ്, ഇതെല്ലാം വരുന്ന ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയമില്ല, ഭൗതികതയില്ല. അത് താൽക്കാലികമായിട്ട് നമുക്കൊന്ന് സമാധാനം കിട്ടാണ്. ഈ സമാധാനം എന്ന സാധനം ഇല്ലെന്ന്. സമാധാനം എന്ന സാധനം, ഈ സന്തോഷം എന്ന് പറയാൻ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലമാണ്. സമാധാനമായിട്ടിരിക്കുക, മനസ്സമാധാനം കിട്ടുക. ഈ മനസ്സമാധാനം ഇല്ലാത്തവർ ഇവിടെ ജീവിക്കുന്നില്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവരെ ഉറങ്ങുന്നില്ലേ? ആരാ പറഞ്ഞ ഉറങ്ങുന്നില്ല? അവരെല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാതെ ജീവിക്കാൻ പറ്റുമല്ലോ. തിരിച്ച് ബുദ്ധിയിലേക്ക് വരികയാണ്. ഇപ്പൊ സ്ഥലം, സാഹചര്യം, പൈതൃകം ഇതെല്ലാം ബുദ്ധിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഇനിയും അതിനെ വികസിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനെ വികസിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അതിനാണ് അഷ്ടാംഗ യോഗം, 15 ഹഠയോഗ സമ്പ്രദായം. ഹഠയോഗ സമ്പ്രദായം എന്ന് പറയുന്നത് ബുദ്ധിയെ മാത്രമല്ല നമുക്ക് ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മാർഗം തന്നെയാണ് ഹഠയോഗ സമ്പ്രദായം. ഹഠയോഗയിലൂടെ, അതായത് പതഞ്ജലി യോഗയുടെ അഷ്ടാംഗം എന്ന് പറയുന്ന ഇതിലൂടെ നമുക്ക് അതിനെ വികസിപ്പിക്കാനൊന്നുമില്ല. കാരണം ഓൾറെഡി വികസിച്ചൊരു സാധനം തന്നെയാണത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ
ഒരു സംഭവത്തിനെ കണ്ട് ഒരു നല്ലൊരു കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അത് മോശമായിട്ടില്ല, കാരണം ഉപയോഗിക്കാത്തതുകൊണ്ട് മോശമായി പോകുന്നത്. ബുദ്ധി എപ്പോഴാണ് വളരുന്നത്? അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരുന്നത്. ബുദ്ധി ഉപയോഗിച്ച് വരുന്ന സമയത്ത് അതിന്റെ മഹാബുദ്ധിയായിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, അതിനകത്ത് ഒരാൾ മാത്രം ഉറങ്ങിക്കിടക്കുന്നത്. അയാള് ഈ ലോകമായിട്ട് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉറങ്ങിക്കിടക്കും. നേരെ മറിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കി നോക്കിയത് ഈ ആളുകളൊക്കെ ഒരു കണക്ഷൻ അതിങ്ങനെ വികസിച്ച് ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാണ്. നിങ്ങൾക്ക് ധ്യാനം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയാണ് ധ്യാനം. കാരണം ആ ധ്യാനമാണ് ബുദ്ധിയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ധ്യാനമാണ്. ധ്യാനം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബുദ്ധി വികസിക്കുന്നത്. ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് ഇരിക്കലാണോ ധ്യാനം? അത് ധ്യാനം പരിശീലിക്കലാണ്. ധ്യാനം എന്താണ്? ധ്യാനം പരിശീലിക്കലാണ്. എന്ത്? നമ്മൾ സമാധി അവസ്ഥയിലേക്ക് പോകാൻ. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മണ്ണ് കോരി കുഴിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നതല്ല സമാധി. ബോധത്തോട് കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് സമാധി. ഏത് ബോധം? സർവ്വലോകത്തെയും ഭൂതവും ഭാവിയും എല്ലാം ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ ഇരിക്കുന്നത്. അതാണ് സമാധി എന്ന് പറയുന്നത്. അയാൾക്ക് ഇതെല്ലാം നോക്കിയിരിക്കാനല്ലേ ഒരു സമയമുണ്ട്. അപ്പൊ ആ നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പുറമേ ഒരാളെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അയാളെന്തോ വെറുതെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം കൊണ്ട് അത്ഭുതത്തിൽ ആനന്ദത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ബുദ്ധിയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ്. എന്താണ് വാസ്തവത്തിൽ ഈ ഇന്റലിജൻസ് ക്വോഷ്യന്റ്? അത് എങ്ങനെയാണ് ആളുകളിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്ക് ഒരു മികച്ച വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുക? കാരണം ഈ ബുദ്ധിയുടെ അഭാവം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, തലതിരിഞ്ഞ ബുദ്ധി എന്ന് പറയാറുണ്ട്. അങ്ങനെ ബുദ്ധിക്ക് ഈ തലതിരിവ് അല്ലെങ്കിൽ വ്യത്യാസം സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് പല ആളുകളും നമുക്കറിയാം ഇതില് ബുദ്ധിയുടെ തലതിരിഞ്ഞ സ്വഭാവം. ബുദ്ധി 4-5 തരത്തിലൊക്കെ നമുക്ക് തരം തിരിക്കാൻ പറ്റും. അതെല്ലാം ബുദ്ധി തന്നെയാണ്. നമ്മൾ അതിനെ തരം തിരിച്ചു നോക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ഒരാളെ നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ബുദ്ധിയാണ് അവർ ഉപയോഗിച്ചെന്ന് പറയും. പക്ഷെ ആ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച ഒരു കാര്യം മറ്റുള്ളവർക്ക് അത് ദേഷ്യമാണെങ്കിലാണ് എന്താ? മറ്റുള്ള ഒരാൾക്ക് അത് ദേഷ്യമാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എന്റെ ബുദ്ധി നല്ലതെന്ന് പറയാവേ? ഒരിക്കലും. അപ്പൊ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതും നമ്മുടെ വിവേകത്തിനെ ബേസ് ചെയ്തിട്ട്. വിവേകം എന്ന് പറയുന്നത് ബുദ്ധിയും നമ്മുടെ ഈഗോയും നമ്മുടെ മെമ്മറിയും നമ്മുടെ ആത്മതത്വം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു തലമാണ് വിവേകം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ വിവേകം ഉണ്ടാകൂ. അതിന്റെ ശരിയായ രൂപത്തിൽ വരുമ്പോഴാണ് വിവേകം നമുക്ക് ഉണ്ടാകുന്നത്. നല്ല ബുദ്ധി മാത്രം പോരാ, നല്ല ഓർമ്മകൾ വേണ്ടേ? നല്ല ഓർമ്മ, മെമ്മറി വേണം. നല്ല അഹം വേണം. നമുക്ക് ഒരു അഹങ്കാരം എന്ന ഒരു ഭാവം വേണം. നല്ല ഭാവം ഉണ്ടെങ്കിൽ, അഹം എന്ന് പറഞ്ഞാൽ ഭാവമാണ്. നമ്മൾ ഇന്നതാണെന്നുള്ള ഭാവം ഉണ്ടാവും. അതും കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല ഭാവം വരുന്നത്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അയാളെ വിലയിരുത്താൻ സാധിക്കും? ബുദ്ധിയെ പല രീതിയിൽ അളക്കുന്നുണ്ട്. ഒന്നിപ്പം പഠനത്തിലൂടെ ബുദ്ധിയുള്ളവരാണെന്ന് പറയും. ചിലപ്പോൾ അവൻ വേറെ കാര്യങ്ങൾ ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ശില്പിക്ക് നല്ല ബുദ്ധിയുള്ള ശില്പിയാണ്, നല്ല കഴിവുള്ള ഒരാളാണ്. ബുദ്ധി കൊണ്ടാണല്ലോ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് എന്താ പറയുക, ഇന്ന ബുദ്ധി തരംതിരിക്കുന്നതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബുദ്ധി ഒന്നേ, ഏത് ബുദ്ധി? മഹാബുദ്ധി മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ചെറിയ ബുദ്ധികളോ വലിയ ബുദ്ധികളോ നമ്മൾ തീരുമാനിക്കും. മഹാബുദ്ധി നമ്മുടെ കൂടെ ഉണ്ട്. ആ മഹാബുദ്ധിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ആംപ്ലിഫയർ പോലെ, നല്ല ആംപ്ലിഫയർ വെച്ചാൽ നല്ല പാട്ട് കേൾക്കാം അല്ലേ? നല്ല ശബ്ദം കേൾക്കാം. അതിന് മോൾഡർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം സിസ്റ്റം കറക്റ്റാണെങ്കിൽ നല്ലത് കിട്ടും. നമ്മൾ സിസ്റ്റം റെഡിയാക്കിയാൽ മതി. നമ്മുടെ സിസ്റ്റം എന്തൊക്കെയാണ്? ആ സിസ്റ്റം ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പറയുകയാണെങ്കിൽ 7 തലങ്ങളുണ്ട്. മറ്റുള്ള ഇതിൽ പറയുകയാണെങ്കിൽ 4-5 തലങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലും പല ആചാര്യന്മാരുടെ പലതരത്തിലുള്ള വീക്ഷണത്തിലൂടെ. അപ്പോൾ അവർക്കെല്ലാം ഓരോ തരത്തിലൂടെയാണ് ആചാര്യന്മാർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് മാത്രമേ അവരെടുക്കുന്നു. ഇതെല്ലാം എടുക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല. ഒരാൾക്ക് വേണ്ടതിൽ ഒരാൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ് അയാൾക്ക് ബുദ്ധിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ബുദ്ധി എങ്ങനെ, അന്വേഷകനായിട്ടാണ് ബുദ്ധി ഉപയോഗിക്കുന്നത്. ഒരു കിച്ചണിൽ പാചകക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം?
പാചകക്കാരന്റെ ബുദ്ധിയിലാണ് അയാൾ നിൽക്കുന്നത്, അല്ലേ? ഇതെല്ലാം എല്ലാത്തിനും ഈ ബുദ്ധി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓരോ ഏത് പൊസിഷനിലാണ് അതിനാണ് അഹം എന്ന് പറയുന്ന സാധനം കൂടെ നിൽക്കുന്നത്. എന്താ ബുദ്ധി അഹത്തിന്റെ കൂടെ നിർത്തിയിട്ടാണ് അവിടെ ഏത് പൊസിഷനിലാണ് നിന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യും, അല്ലെ? ഈ അഹവും ബുദ്ധിയും ചേർന്നിട്ട് ഓർമ്മകളെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മെമ്മറീസും ഇതെല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇനി ഈ ബുദ്ധി എന്ത് ചെയ്യണം? ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകണം, എനർജിയെ ഡൈവേർട്ട് ചെയ്യാൻ പഠിക്കണം. ബുദ്ധി തന്നെയാണ് എനർജിയെ ഡൈവേർട്ട് ചെയ്യാൻ പഠിക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹം വരുന്നുണ്ടെങ്കിൽ ബുദ്ധി നോക്കും, ഇപ്പോൾ എനിക്ക് നല്ല സ്നേഹമുണ്ട്, അപ്പോൾ ഒന്ന് ആസ്വദിക്കാം. ദുഃഖമുണ്ട്, ബുദ്ധി എനർജി താഴോട്ട് വരുമ്പോൾ ബുദ്ധിക്ക് മനസ്സിലാകും എൻ്റെ എനർജി എന്താണ് താഴോട്ടേക്ക് പോകുന്നത്. ബുദ്ധി കുറച്ച് മേലോട്ടേക്ക് പോകണം, ഭയങ്കര അവസ്ഥയിലേക്ക് പോകണം. ബുദ്ധി എന്ത് ചെയ്യും? ആ തരത്തിൽ നിന്നിട്ട് ബുദ്ധി അതിനെ ചെയ്യും, കൈകാര്യം ചെയ്യും. ഇതെല്ലാം ആരാണ് ബുദ്ധിയുടെ ഏറ്റവും ഇത് വെച്ചാൽ സോള്, നമ്മുടെ എനർജിയെ ഇത് വെച്ചാൽ നമ്മുടെ ആത്മാവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് ബുദ്ധി. എന്ന് വെച്ചാൽ ഈ വലിയ വലിയ ഈശ്വരനുമായിട്ട് വലിയ ശക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരാളാണ്. ചില വർഷം ബുദ്ധി ശൂന്യത എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഒന്നും ഇടപഴകുന്നില്ല, ആരും ഇടപഴകുന്നില്ല. ഇനി ഒരാൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരുടെ ഐഡിയാസ് മാത്രം. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയാസ് തോന്നിയത്, എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നി, അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇതെല്ലാം ബുദ്ധിയുടെ കളിയാണ്. ബുദ്ധിയെ സഹായിക്കും. ഐക്യു എന്ന് പറയുന്ന സാധനം ഇപ്പൊ അത് സയന്റിഫിക് ആയിട്ട് ഐക്യു എന്ന് പറയുന്നത് എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരും ആരെ ബുദ്ധിയില്ലാത്ത ഒരാൾ പറയപ്പെട്ടു ബുദ്ധിയില്ലാത്ത കാണിച്ചു തരാം. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധി അവർക്കില്ലെന്ന് മാത്രം പരിശീലിച്ചിട്ടുണ്ടാവില്ല. ഒരാളെ പറയാം ബുദ്ധിയില്ലാത്ത ഒരാൾ കാണിച്ചു തരും. മന്ദബുദ്ധി എന്ന് പോലും പറയാം, മന്ദബുദ്ധിക്ക് ഒരു ബുദ്ധി അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? അവിടെ മാത്രം ബുദ്ധി എന്ന് പറയുന്ന സത്യത്തിൽ ഒരു എനർജി, ഒരു അഗ്നി, ചൂടാണ് ഒരു അഗ്നി. ആ അഗ്നിയെ എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ പ്രയത്നം കൊണ്ടും പരിശീലനം കൊണ്ടും ആർക്കും വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ സാധാരണ ബുദ്ധിയിൽ നിന്ന് മഹാബുദ്ധിയിലേക്ക് എങ്ങനെ കിടക്കാമെന്നുള്ള ഈ എപ്പിസോഡിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ കാണാം.